അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ സ്വയംഭൂ ടെമ്പിളിൽ എത്തിയിരിക്കണം. അപ്പോൾ ചന്ദ്രഗിരിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വന്നിട്ട് നേരെ വന്നത് സ്വയംഭൂവിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം, ഫസ്റ്റ് ഭക്ഷണം കഴിക്കാൻ കരുതി. അപ്പോൾ ഞങ്ങൾ ഇതാ കയറിയത് ഒരു ഹോട്ടലിന്, കുഴപ്പമില്ല. പോകാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം ഇതാ അങ്ങ് കാണുന്നുണ്ട്, സ്വയംഭൂനാഥ് ക്ഷേത്രമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മൾ കാണുന്ന ഈ ഹോട്ടലും. കുഴപ്പമില്ല, കൺവീനിയൻ്റ് ആണ്, അതുപോലെ തന്നെ എക്കണോമിക്കലുമാണ്. നമുക്ക് ഫോണും ചാർജ് ചെയ്യണം. ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം വേണം പറഞ്ഞു. എന്താ വെച്ചാൽ ഇവിടെ തണുപ്പിൽ നമ്മൾ സർവൈവ് ചെയ്യണമല്ലോ. പിന്നെ എല്ലാവിടെയും കണ്ടില്ല, ഇതാ ചാർജിങ് പോർട്ടുകൾ ഇങ്ങനെ അരികത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ടേബിളിലും. വേറെ വഴിയില്ല, കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവർക്കും അറിയാം ചാർജിങ് പോർട്ട് വേണമെന്ന് പറയും. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. നല്ല രസമുണ്ട്, എന്തായാലും നല്ല ആംബിയൻസ് ഉണ്ട്. അവിടെ ഒരു മോങ്കൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ചോമീനാണ്. നല്ല രസമുണ്ടെന്ന് തോന്നുന്നേ. ഇനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. പിന്നെ വെജ് മോമോസുമാണ് പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ചമ്മന്തി പോലെ എന്തോ സാധനം രണ്ടെണ്ണം തന്നിട്ടുണ്ട്. നമ്മൾ സ്വയംഭൂനാഥ് ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കണം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറണം. കയറിയിട്ട് ഇതുവഴി തന്നെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത്. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ടാക്സി ഒരുപാട് പ്രാഡം കിടുപ്രാഡം. അപ്പോൾ നമ്മൾ ടാക്സിയിൽ വന്ന് ഇവിടെ ഇറങ്ങിയത് കാരണമാണ് നമുക്ക് കുറച്ച് സ്റ്റെപ്പ് മതി. അതിനുശേഷം നമ്മൾ ഈ ക്ഷേത്രമെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോകട്ടോ. അപ്പോൾ കാണിച്ചു തരാവേ ആ ലൊക്കേഷനൊക്കെ. എന്തായാലും കൊള്ളാം കേട്ടോ, നമ്മളെന്തായാലും കയറി നോക്കണേ. ആ ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളുടെ ഒരു ഭംഗി നോക്കിക്കേ ഇവിടുന്ന്, എന്ത് രസമാണ്. ഇവിടെ ഒരു ബുദ്ധ സ്റ്റാച്ചു നോക്കി, ചെറുത്, കുറേ നാളുകൾക്ക് മുമ്പുള്ള കേട്ടോ. അതിൻ്റെ അരികത്ത് നല്ല ഡിസൈനൊക്കെ ഉണ്ട്. ഇനിയും മേലെ കയറിപ്പോകാനുണ്ട്. ഇവിടെയും ജസ്റ്റ് ഒരു ടെമ്പിൾ കോംപ്ലക്സ്, ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ, അങ്ങനെയൊക്കെയാണ്. ഇന്ന് കാഠ്മണ്ഡു സിറ്റിയുടെ വേറെ ഒരു വാലി കാണാൻ പറ്റുന്നുണ്ട്. താഴ്വാരത്തിൽ അങ്ങനെ ബിൽഡിങ്സാണ് നോക്കി, തിങ്ങിക്കൂടി ബിൽഡിങ്സ്. മലമുകളിൽ ഒന്നോ രണ്ടോ ആയിട്ട് ഇങ്ങനെ കാണാം. കയറി മുകളിലെത്തിയപ്പോൾ ഇതുപോലൊരു ക്ഷേത്രം കണ്ടേ. ഇതിൻ്റെ പേര് പറയുകയാണെങ്കിൽ വോച്ചൻ തുക്ചെ ചോളൻ മൊണസ്ട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഇഷ്ടം പോലെ ഫ്ലാഗുകൾ ഇങ്ങനെ വെച്ച് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾ എടുക്കണമെന്നൊക്കെ ചോദിക്കും ഫോട്ടോസൊക്കെ. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അങ്ങോട്ട് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പ്ലസ് പ്രേയിങ് ബെൽസ് ഉണ്ട്. ഇങ്ങനെ കുറേ പ്രേയിങ് വീൽസ് ഉണ്ട്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ട പോലെ തന്നെ കുറേ പ്രേയിങ് വീൽസാണ് ഉള്ളത്. ഇവിടെ ഒരു മണ്ഡപം കൂടെ ഉണ്ട്, അവിടെ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. എല്ലാവരുടെയും ഫോട്ടോഗ്രാഫിയാണ് മെയിൻ. നല്ല ഗോൾഡൻ കളറിലുള്ള ഫ്രെയിം വീൽസ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ചുമ്മാ ഒരു മണ്ഡപം തന്നെയാണ്. ഇതൊക്കെ അതിൻ്റെ ആചാരപ്രകാരമുള്ള മണ്ഡപങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പൂജകളൊന്നും നടത്തുന്നില്ല, പക്ഷേ ഫോട്ടോഗ്രാഫിക്കായിട്ട് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പൂജകളൊക്കെ ഒരിക്കൽ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഡെയിലി ഒന്നോ രണ്ടോ വട്ടം ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ പൂജാരികളൊന്നുമില്ല, എല്ലാവരും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇവിടെ വരുന്നവരാ.
നല്ല മച്ചത്തട്ടാട്ടോ, എല്ലാം മരത്തിൻ്റെ കൊണ്ടുണ്ടാക്കിയതാ. ഈ കിളിവാതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ താഴ്വാരത്തിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ട്. ഈ മരത്തിലൊക്കെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാരുള്ള കാരണം തന്നെ ഈ ക്ഷേത്രത്തിന് മങ്കി ടെമ്പിൾ എന്നുള്ള പേരും കൂടി വന്നിട്ടുണ്ട്. പിന്നെ താഴ്വാരം ഒന്നും പറയണ്ട, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, പക്ഷേ അത് കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ. ആ മലകളിൽ ഇങ്ങനെ സ്റ്റെപ്പായി കയറിപ്പോകുന്നതും കാണാൻ നല്ല രസമുണ്ട്. അങ്ങ് മേലെയായിട്ട് ഒരുപാട് വേറെ മലകളും നല്ല പൊക്കമുള്ള മലകളാട്ടോ. അങ്ങോട്ടാണെങ്കിൽ മച്ചിലോട്ട് കയറാൻ പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് പക്ഷെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ തറവാട്ട് വീട്ടുകളിലുള്ള അതേ സെറ്റപ്പാണ് കേട്ടോ. തിരിച്ചിറങ്ങേണ്ട കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഏറ്റവും അറ്റത്ത് വന്നിട്ട് തിരിച്ചു പോകണേ. ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ലാലേട്ടൻ പ്രാർത്ഥിക്കുന്ന ഒരു സീനില്ലേ, എന്റെ ശുദ്ധോധന മഹാരാജാവേ അങ്ങേക്ക് രാജ്യം വിട്ടിട്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇവിടെ നിന്നിട്ടാട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരാ. അതാണ് മങ്കി ടെമ്പിൾ എന്ന് പേര് വരാൻ കാരണം. പിന്നെ പീസിനുള്ള ഒരു ഇതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുരങ്ങനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഫ്രൂട്ട്സൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് ഇയാളൊക്കെ. ഇതുണ്ട്, ആളുടെ കയ്യിൽ മൊത്തം ഫ്രൂട്ട്സാണ്. അപ്പോൾ അത് കാരണം പുറകെ ഫോളോ ചെയ്യുന്ന ഇത്രയും കുരങ്ങന്മാർ. എടാ തിരിഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ തന്നെ. ഹായ്. ഇവിടെയാണെങ്കിൽ കുരങ്ങന്മാർക്ക് വെള്ളം കുടിക്കാനായിട്ട് കുറേ ടാപ്പുകൾ വെച്ചിട്ടുണ്ട്. അതൊരു ഫൗണ്ടൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ടാപ്പുകളൊക്കെ കണ്ടില്ലേ, എല്ലാം തന്നെ കല്ലിൽ കൊത്തുപണികൾ ചെയ്ത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടൈനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് അതിനുശേഷം ഇങ്ങോട്ട് കുറേ കടകളും പിന്നെയും വലിയ മണ്ഡപമുണ്ട്. മെയിൻ ക്ഷേത്രം അങ്ങ് മേലെയാണ്. മെയിൻ മണ്ഡപവും ക്ഷേത്രമൊക്കെ അങ്ങ് മേലെ കേട്ടോ. അപ്പോൾ അത് കാണും. പിന്നെ ബാത്റൂമൊക്കെ വേണ്ടവർ ഇവിടെ പോയാൽ മതി. മലമുകളിലേക്ക് മണൽ കയറ്റി ചുമന്നു കൊണ്ടുപോകുന്നു. അവരുടെ കൊട്ട കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിക്കുള്ള കൊട്ട. അതാ അത് താഴത്തുനിന്ന് സ്റ്റെപ്പ് കയറി ചുമന്നു കൊണ്ടുവരും കേട്ടോ. പുറകിലായിട്ട് വലിയ മണിയുണ്ട്. അതിൻ്റെ പ്രേയറൊക്കെ എഴുതി വെച്ച ഒരു കൊത്തിവെച്ച ഒരു വലിയൊരു മണിയുണ്ട്. വഴിയോര കച്ചവടക്കാർ ഒരുപാടുണ്ട്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ്, ഹീലിംഗ് ബൗൾ, അതൊക്കെ നല്ല റേറ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഗൂർഖ കത്തിയൊക്കെ ഞാൻ എന്തായാലും ഗൂർഖ കത്തിയും ഹീലിംഗ് ബൗളും ഒന്ന് വാങ്ങിച്ചു. ഇനി ഒന്നും കൂടി വാങ്ങുന്നുണ്ട് ഹീലിംഗ് ബൗൾ. നാട്ടിലോട്ട് കുറേ പേര് ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 500 രൂപ മുതൽ തുടങ്ങുന്നുണ്ട്. നല്ല സാധനങ്ങളാണെന്നാണ് പറയുന്നത്, ഹാൻഡ് മെയ്ഡ്. അങ്ങനെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി കയറണം നമുക്ക് മുകളിലെ മെയിൻ ടെമ്പിളിലെത്താൻ. കുറേ പേര് കയറി ഇറങ്ങി അവർ ടയർഡായിട്ട് സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ കത്തികൾ, നല്ല രസമുണ്ട്. ട്രഡീഷണലായ പീപ്പി ഉണ്ട് കേട്ടോ. ആ ഊതുന്ന സാധനമില്ലേ, ഫ്രോയിങ് പറഞ്ഞിട്ട് ആ സാധനമുണ്ട്. പിന്നെ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് വീട്ടുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇവിടുന്ന് താഴത്തെ വാലി പിന്നെയും നമ്മൾ അവിടെ പോയി നിന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ വാലി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏറ്റവും മേലത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മുഖമണ്ഡപം എന്നൊക്കെ പറയാം. ആ ബുദ്ധിസ്റ്റിൻ്റെ ആ ചിഹ്നവും കണ്ണൊക്കെയാണ് അവരുടെ പ്രധാന ആകർഷണവും അതുപോലെ തന്നെ പ്രധാന ചിഹ്നങ്ങളും കേട്ടോ. ഇതിനു മുന്നിലും ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കലാണേ.
നമ്മളും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാവരും നഗരത്തിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാനുള്ള ഒരു ഇതിലാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അതും നമ്മൾ മാത്രമേ ഇവിടെ മലയാളം പറയുന്നത്, അത് കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ. ഇവിടെ എന്തൊക്കെയോ ആരാധനയുടെ ഭാഗമായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കാഠ്മണ്ഡു സിറ്റി എത്ര വലുതാണെന്നും. അങ്ങ് ദൂരമായിട്ട് നമ്മൾ ഇന്നലെ ലൈറ്റ് ഹൗസ് പോലെ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം, ആ സാധനവും കാണാട്ടോ. അതെത്ര പൊക്കമുണ്ടെന്ന് ഇവിടെ നിന്ന് നോക്കി അറിയുന്നില്ലേ, ബരാബറയോ അങ്ങനെ എന്തോണ് സാധനം പേര് പറഞ്ഞത്. ഇവിടെ പേരൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല കേട്ടോ. ഈ ഒരു പൊസിഷനിലായിരിക്കണം കുനുകുനി എന്ന് പറഞ്ഞ ആ സോങ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കണം. 32 കൊല്ലങ്ങൾക്ക് മുമ്പാണ് യോധ പറഞ്ഞ മൂവി റിലീസ് ചെയ്തത്. അതിനു മുന്നേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊണ്ടായിരിക്കണം ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ കാണാൻ പറ്റി. നമ്മൾ ബുദ്ധ സ്തൂപ കാണാൻ പോയില്ലേ, അപ്പോൾ അവിടെയും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം വെള്ളയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു പാറ, ഈ എല്ലാവിടെയും ഓരോ മുഖത്ത് ഓരോ ഇതും വേറെ വിസിലടിക്കുന്നു. ഓക്കെ, അത് ഗൈഡാണ്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും ഓരോ മുഖങ്ങൾ മണ്ഡപങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പൂജ കഴിക്കുന്നു. പക്ഷേ ഇതിനകത്ത് പോകുന്നില്ല. ഇത് പാറയാണോ ഇനി വല്ല സിമെൻറ്റ് വെച്ച് തേച്ചതോ വല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതേപോലൊരു വട്ടത്തിൽ പാറൻ്റെ മേലെ കയറിയിരുന്ന് ബുദ്ധി അതുപോലെയുള്ള ആരെങ്കിലും തപസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു അമ്പലം വെച്ചിട്ടുണ്ടാവുക. പിന്നെ സൈഡിലായിട്ട് നമ്മൾ മണ്ഡപങ്ങൾ വേറെയുണ്ട്. ഇതിനകത്തോട്ട് ഈ ഇതിനകത്തോട്ട് കയറാൻ ഒരു വഴിയില്ല. അതാണ് മെയിനായിട്ട് എന്നെ കൺഫ്യൂസ് ചെയ്തത്. പിന്നെ അവൻ്റെ ആചാരപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. നമുക്ക് അതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത കാരണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കേട്ടോ. ഇവിടെ രാവിലെ നേരത്തെ ആൾക്കാർ അധികം ഇല്ലാത്തപ്പോൾ വന്നിട്ട് ഇവിടെ ഇരുന്നൊരു ധ്യാനമൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. യോഗാസനമൊക്കെ അറിയുന്നവർക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് തന്നെയാണ് കിട്ടുക കേട്ടോ. എനിക്കിന്നെ ഇവിടെ കുറേ നേരം ഇരുന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടി തുടങ്ങി. നമുക്കിനി അമ്പലത്തിനകത്ത് പൂജ ചെയ്യുന്നതൊക്കെ കാണാൻ നോക്കാം. കുറേ കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള മണ്ഡപങ്ങൾ ഒരുപാടുണ്ട്. ഇത് സൈഡിലൂടെയാണ് എല്ലാവരും പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രേം വീൽ ഇങ്ങനെ കറക്കിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ കൂടെ ഇവിടെ കുറേ പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്തൂപത്തിന് താഴെയിട്ട് കുറേ ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഉണ്ട്. ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇവിടെ ഉള്ളത്. കണ്ട, ഇതെല്ലാം കല്ലിൽ കൊത്തിയ ഒരുപാട് സ്തൂപങ്ങളുണ്ട്. ധ്യാനത്തിന് ഒരു കാലത്ത് ഇരുന്നവരാണ്. ഇങ്ങോട്ടും ഒരുപാട് സ്തൂപങ്ങൾ കല്ലിൽ കൊത്തി. ഇതൊക്കെ ഓരോരുത്തരുടെ നേർച്ച പോലെ ആയിരിക്കണം തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വലിയൊരു മണ്ഡപത്തിന് ഉള്ളിലായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് കേട്ടോ.
അതിന് കൂടെ പാടാനും അതുപോലെ തന്നെ കൂടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് വിദേശീയരും അതുപോലെ തന്നെ നമ്മളെ പോലെയുള്ളവരൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ നമുക്കും വേണമെങ്കിൽ പോയിരിക്കാം കേട്ടോ. നമുക്ക് പക്ഷെ പാട്ടൊന്നും അറിയാത്ത കാരണം നമ്മളങ്ങനെ പോകുന്നില്ല. പക്ഷെ മരത്തിലെ കൊത്തുപണികൾ കണ്ടില്ലേ, എന്താ ഇവിടെ നല്ല രസമുണ്ട്. ഇതിനകത്തൊക്കെ റൂമുകൾ കേട്ടോ, അതിലൊന്നും പോകാൻ പറ്റില്ല നമുക്ക്. അങ്ങോട്ടും മച്ചൊക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെയുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അവിടെയൊക്കെ മോങ്കാണ്, അതായത് ഇവിടുത്തെ സന്യാസിമാർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കണം. ഈ അമ്പല കോംപ്ലക്സ് എന്ന് തന്നെ പറയാം, സ്വയംഭൂനാഥിൻ്റെ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സാണ്. ഇതൊക്കെ ഓരോരുത്തർ നേർച്ചയായിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കണം കേട്ടോ. ഓരോ മന്ദിരങ്ങൾ എന്താണെങ്കിലും നല്ല രസമുണ്ട്. അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് അവർ ഇതിലെ ബിൽഡിങ്സിൽ തന്നെ കെട്ടിടത്തിൽ തന്നെ ഓരോരോ ഭാഗങ്ങളിൽ താഴത്തെ ഫ്ലോറിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ എന്താണെന്നറിയില്ല, താമസ സ്ഥലം പോലെ തന്നെയുണ്ട്. കുറേ പേര് അതിൻ്റെ മേലേക്ക് റെസ്റ്റ് ഇരിക്കുന്ന കാണാം. ഇനി ഇതുപോലെ ഹോട്ടലാണോന്ന് ആ ഭാഗത്ത് പോലെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും കാണാൻ നല്ല ലുക്കാണ്. നമ്മളിങ്ങനെ ടെമ്പിൾ കോംപ്ലക്സ്, ഇത് കണ്ടില്ലേ ഇവരുടെ പ്രേം വീലാണ് കേട്ടോ, കണ്ടില്ലേ കൈ പിടിച്ചിട്ട് കാക്കുന്ന. അങ്ങനെ ഈ ടെമ്പിൾ കോംപ്ലക്സിലൂടെ ഇങ്ങനെ മനോഹരമായ ടെമ്പിൾ കോംപ്ലക്സിലൂടെ ഇങ്ങനെ നടന്ന് ഉള്ളിലോട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പോണേ. ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലോട്ട് അവരുടെ മൊണാസ്ട്രീസിലെ ആൾക്കാരുടെ ആയിരിക്കണം. പിന്നെ കടകളൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട്. അത് കൊത്തിക്കൊണ്ടിരിക്കണ്ടേ, കല്ലിലുള്ള അത് കൊത്തുന്നതാണ്. വളരെ ശ്രദ്ധയോടെ അവർ കൊത്തി എടുക്കുന്നത് കണ്ടില്ലേ. ഒരു പെയിൻറ്റിങ്ങിൻ്റെ കടയാണ്, നല്ല രസമുണ്ടല്ലേ പെയിൻറ്റിങ്സ്. അതുപോലെ ഇവിടെ കുറേ ഹാൻഡിക്രാഫ്റ്റ് കടകൾ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 3 ബുദ്ധയുടെ ശില്പങ്ങളുണ്ട്, അതും കൂടി കാണാവേ. ഇവിടെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കടകളാണ് കേട്ടോ. ഞാൻ ഇത് മാത്രമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ബുദ്ധ സ്റ്റാച്ചു. അത് അവിടെ നിന്ന് എടുത്താലേ കറക്റ്റായിട്ട് വരുള്ളൂ. ഇവിടെ കുറേ കടകളാണ്, പെയിൻറ്റിങ്സിൻ്റെയും മറ്റുള്ളതൊക്കെ. ഇവിടെ ഇതൊക്കെ നമ്മൾ ആ യോധ സിനിമയിൽ പല രംഗങ്ങളിലായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ കാഴ്ചകളെല്ലാം. വശത്തിലൂടെ ഒരു വഴി പോകുന്നുണ്ട്, അതിൽ കൂടെ പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ താഴേക്ക് എന്താ കുറേ സ്റ്റെപ്പുകളാണല്ലോ. ഇറങ്ങി ഈ ബിൽഡിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരണം. അപ്പം നമ്മൾ എന്തായാലും ഇതിലൂടെ പോകുന്നല്ലേ അതിനേക്കാളും നല്ലത്. അപ്പോൾ അത് ഇതിലൂടെ പോയിട്ട് അങ്ങനെ നോക്കുകയാണേ. പൂട്ടൊക്കെ നോക്കിയേ, എന്ത് ടൈപ്പ് പൂട്ടാ. അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്.
ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ടൂറിസ്റ്റിന്. അതായത് 2 തരത്തിലുള്ള മങ്കിയുണ്ട്, ഹിമാലയൻ മങ്കിയും അതുപോലെ തന്നെ ലംഗൂർ എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് പിന്നെ മങ്കീനെ ട്രഡീഷണലായി യൂസ് ചെയ്ത് അവർ ഇങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച് എന്നൊക്കെ പറഞ്ഞ്, അത് കാരണം മങ്കി ടെമ്പിൾ എന്നുള്ള പേരൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ താഴത്തുള്ള കാഴ്ചകൾ കാണാനേ. ഇത് ഇറങ്ങി പോകേണ്ട വഴിയാണേ, താഴത്തോട്ട് ഇറങ്ങി പോകട്ടോ. തട്ടിന്റെ മേലെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെയുണ്ട്. ഇതെന്താ സാധനം എന്ന് ഇവിടെ എവിടെയും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതുകൊണ്ട് തന്നെ ഇവിടെ തണുപ്പ് തുടങ്ങി. അപ്പോൾ തീക്കായൽ എന്നുള്ള ചടങ്ങ്, ഡെയിലിയുള്ള ചടങ്ങ് തുടങ്ങി കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് തീക്കായ കേട്ടോ. എല്ലാവരും ഇങ്ങനെ വന്നു പോകുന്നത് തീ കാഞ്ഞിട്ട് പോകണ്ടേ. തേങ്ങ തല്ലി പൊളിക്കണ്ടേ. ഇവിടെ നേപ്പാളിൽ തേങ്ങ സ്നാക്സ് ആയിട്ട് കൊടുക്കും. കുറേ ആൾക്കാർ അങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. തേങ്ങ ഒരു പൂളിന് 20 രൂപയൊക്കെയാണ് പറയുന്നത്. മലനിരകൾ കാണാം കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിലെ മലകളിനേക്കാളും ഒരു ഡബിൾ സൈസിലാണ് അതൊക്കെ ഉള്ളത്. നടന്നിട്ട് താഴെ ബുദ്ധ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പോയി നോക്കണേ. ഇനി അവിടെ ടിക്കറ്റ് ഉണ്ടോ എന്തോ. ഇവിടെ ടിക്കറ്റ് കൊടുത്ത് മതിയാവുന്നുണ്ട്. ഇതാ ഇവിടെയും തേങ്ങ വെച്ചിട്ടുണ്ട്, ഒരാൾ നിൽക്കുന്നുണ്ട്. സ്വയംഭൂനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 500 മീറ്റർ ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ ബുദ്ധ പാർക്കാണ്. കുറേ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഒരു ബുദ്ധ പാർക്ക് ഇതായി താഴെ. എനിക്ക് ആ 3 ബുദ്ധ സ്റ്റാച്യൂസിനെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേട്ടോ. അത് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ. നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം, ഇനി അങ്ങോട്ട് കുറച്ചും കൂടി പോകണം. താഴെയായിട്ടാണ് ഹൈവേ പറഞ്ഞു. ഹൈവേ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിന് വിൽക്കാനായിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ കാമിതാക്കളും ഫ്രണ്ട്സും പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അതാ കണ്ടു തുടങ്ങിയിട്ടോ. ഈ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ഫ്രണ്ടിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു മന്ദിരം കാണും. അതിന് താഴത്തുകൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് ഉണ്ട്, അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബുദ്ധൻ്റെ ബാക്ക് വശമാണ് നമ്മൾ കാണുന്നത്. കുറച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങനെ കയറി വരണേ, ഇങ്ങോട്ട് വരാൻ. ബുദ്ധന്മാർ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്, ഒരു വിരലിങ്ങനെ പൊക്കിയിട്ട്. അങ്ങനെ നമ്മൾ ആ 3 ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തിയിട്ട് വാവ് എന്താ അല്ലേ, അടിപൊളി. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാം കേട്ടോ. നമ്മളും ഫോട്ടോ എടുക്കാൻ തന്നെ വന്ന്, എല്ലാവർക്കും ഫോട്ടോ എടുത്താൽ മതി. പിന്നെ അരികിലായിട്ട് എന്തൊക്കെയോ ചൈനീസ് ഡ്രാഗൺ മാതൃകയിലും ഭാഷയിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നേപ്പാളീസ് ഭാഷയിലും ഉണ്ട്. ഇവിടെ ഒരു മണ്ഡപമൊക്കെയാണ് പിന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. സ്വയംഭൂ വന്നാൽ ഇതും കൂടി കണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാൻ ഓർമ്മിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്വയംഭൂനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നേപ്പാൾ വരുന്നതിന് തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ യോധ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ ബൈ.